ഓക്കെ, ലോഡർ ഡിസൈനിങ് ഓപ്ഷൻസിൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ലിങ്കേജ് എഡിറ്ററും ഡൈനാമിക് ലിങ്കിങ്ങും. പിന്നെ ഇതിനകത്ത് 3 ടോപ്പിക്സ് ആണുള്ളത്: ലിങ്കേജ് എഡിറ്ററും ഡൈനാമിക് ലിങ്കിങ്ങും ബൂട്ട്സ്ട്രാപ്പ് ലോഡറും. ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ഓൾറെഡി നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് ഇതിനകത്തുള്ളത് 2 ടൈപ്പാണ്: ലിങ്കേജ് എഡിറ്ററും ഡൈനാമിക് ലിങ്കിങ്ങും. ഫസ്റ്റാണ് നമ്മൾ നോക്കുന്നത് ലിങ്കേജ് എഡിറ്റർ. ലിങ്കേജ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ തന്നെ നമുക്കറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രോൾ സെക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കൺട്രോൾ സെക്ഷൻസ് എല്ലാം പരസ്പരം എന്താണ് അവരുടെ റെഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കൺട്രോൾ സെക്ഷനകത്തുള്ള സബ് റൂട്ടീൻസ് റെഫർ ചെയ്യുന്നത് ചിലപ്പം വേറൊരു സബ് റൂട്ടീൻ കൺട്രോൾ സെക്ഷനകത്തായിരിക്കും. അപ്പോൾ ഇത് ഈ സബ് റൂട്ടീൻസിനെ തമ്മിൽ പരസ്പരം ലിങ്ക് ചെയ്യിക്കാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലിങ്കേജ് എഡിറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രോൾ സെക്ഷനകത്തുള്ള സബ് റൂട്ടീൻസിന് ലിങ്ക് ചെയ്ത് ഒരു സിംഗിൾ ലിങ്കേജ് പ്രോഗ്രാമാക്കി മാറ്റുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ മാറ്റുന്ന ഫംഗ്ഷനാണ് ലിങ്കേജ് എഡിറ്റർ പെർഫോം ചെയ്യുന്നത്. അതിനുശേഷം ഇത് ഡയറക്റ്റായിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാതെ ഈ ലിങ്ക്ഡ് പ്രോഗ്രാമിനെ ഒരു ഫയലിലോ ഒരു ഡയറക്ടറിയിലോ നമ്മൾ കീപ്പ് ചെയ്തിട്ട് എപ്പോഴാണോ ആ പ്രോഗ്രാം റൺ ചെയ്യേണ്ട ആവശ്യം വരുന്നത് ആ ടൈമിൽ മാത്രം മെമ്മറിയിലോട്ട് ലോഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പം ഇത് മെയിനായിട്ടുള്ള ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് പ്രോഗ്രാംസിനെ ലിങ്ക് ചെയ്തിട്ട് ഒരു ലിങ്ക്ഡ് പ്രോഗ്രാമാക്കി മാറ്റും. ആ ലിങ്ക്ഡ് പ്രോഗ്രാമിനെ ഒരു ഫയലിലോ ഒരു ഡയറക്ടറിയിലോ നമ്മൾ കീപ്പ് ചെയ്യും. അതിനുശേഷം അത് നീഡഡ് ആവുന്ന സമയത്ത്, അതിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് അത് മെമ്മറിയിലോട്ട് ലോഡ് ചെയ്തിട്ട് എക്സിക്യൂഷന് പെർഫോം ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒരു ഫയലിൽ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാമിനെ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യണമെങ്കിൽ, ഫയലിൽ സേവ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിനെ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യണമെങ്കിൽ റിലൊക്കേഷൻ ലോഡർ വെച്ചിട്ടായിരിക്കും നമ്മൾ ലോഡ് ചെയ്യുന്നത്. ബിക്കോസ് ഏത് മെമ്മറിയിലാണോ ഫ്രീ ആയിരിക്കുന്നത് ആ ഒരു മെമ്മറിയിലോട്ട് റിലൊക്കേഷൻ പെർഫോം ചെയ്തിട്ട് മെമ്മറിയിലോട്ട് ലോഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കുന്നത് ലിങ്കേജ് എഡിറ്റർ നിങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പം ലിങ്കേജ് എഡിറ്ററും ലിങ്കിങ് ലോഡറും ലിങ്കേജ് എഡിറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ലിങ്കിങ് ലോഡറും ലിങ്കേജ് എഡിറ്ററും. ലിങ്കിങ് ലോഡർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ലിങ്കിങ് ലോഡർ എന്താ ചെയ്യുന്നത്? സെയിം ആണ്, ലിങ്ക് ചെയ്യും, ലോഡ് ചെയ്യും, റിലൊക്കേറ്റ് ചെയ്യും. അപ്പം ലിങ്കിങ് ലോഡറിനകത്ത് എപ്പോഴാണോ, അതായത് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാമിന് ലിങ്ക് ചെയ്ത സമയത്ത് തന്നെ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്ത് വെക്കും. അതാണ്. പക്ഷേ ലിങ്കേജ് എഡിറ്ററിലാണെങ്കിൽ അതൊരു ഫയൽ സേവ് ചെയ്തിട്ടായിരിക്കും പിന്നെ ലേറ്റർ ആയിട്ടായിരിക്കും മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ലിങ്കിങ് ലോഡറും ലിങ്കേജ് എഡിറ്ററും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇവിടെ നോക്കിക്കേ, ഒബ്ജക്റ്റ് പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റ് പ്രോഗ്രാമിന് ആദ്യം ലിങ്കിങ് ലോഡറിലോട്ട് വെച്ച് ലിങ്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലൈബ്രറി ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലൈബ്രറിയിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് അതും ലിങ്ക് ചെയ്യും. അതിനുശേഷം ഡയറക്റ്റായിട്ട് അതിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും ഫോർ എക്സിക്യൂഷൻ. പക്ഷേ ലിങ്കേജ് എഡിറ്റർ ആണെങ്കിൽ ഒബ്ജക്റ്റ് പ്രോഗ്രാമിന് ആദ്യം ഒരു ലിങ്കേജ് എഡിറ്റർ വെച്ചിട്ട് ഒബ്ജക്റ്റ്, അതായത് റെഫറൻസുകളെല്ലാം ലിങ്ക് ചെയ്യും. എന്നിട്ട് ആ ഒരു ലിങ്ക്ഡ് പ്രോഗ്രാം ഉണ്ടാക്കും. ആ ലിങ്ക്ഡ് പ്രോഗ്രാമിനെ ഒരു ഫയലിലോ ഡയറക്ടറിയിലോ കീപ്പ് ചെയ്യും. അതിനുശേഷം ആ ലിങ്ക്ഡ് പ്രോഗ്രാമിന് റീലൊക്കേറ്റിംഗ് ലോഡർ വെച്ച് റീലൊക്കേറ്റ് ചെയ്തിട്ട് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് അതിനെ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ലിങ്കിങ് ലോഡറും ലിങ്കേജ് എഡിറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ ഒരു ലിങ്ക്ഡ് പ്രോഗ്രാം ഉണ്ടാവും. ഈ ലിങ്ക്ഡ് പ്രോഗ്രാം എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഈ ലിങ്ക്ഡ് പ്രോഗ്രാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒന്നെങ്കിൽ ഒരു ഫയലിലോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിയിലോ ആയിരിക്കും. സോ എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് റീലൊക്കേറ്റിംഗ് ലോഡർ വെച്ച് റീലൊക്കേറ്റ് ചെയ്തിട്ടായിരിക്കും അതിനെ മെമ്മറിയിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് ലിങ്കിങ് ലോഡറും ലിങ്കേജ് എഡിറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. അതുതന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ലിങ്കിങ് ലോഡറിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ സബ് റൂട്ടീൻസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലിങ്കേജ് എഡിറ്റർ വെച്ചിട്ട് നമുക്ക് സബ് റൂട്ടീൻസിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സബ് റൂട്ടീൻസിനെ നമുക്ക് വേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും സബ് റൂട്ടീൻസിനെ ആഡ് ചെയ്യണം, അപ്പോൾ അങ്ങനെയൊക്കെ ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിങ്കേജ് എഡിറ്റർ വെച്ച് പെർഫോം ചെയ്യിക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പാക്കേജിനെയൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ പുതിയ ലൈബ്രറീസ് അല്ലെങ്കിൽ പുതിയ പാക്കേജിനെ നമുക്ക് സെൽഫ് ബിൽഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമ്മൾ ആ ലിങ്കിങ് പ്രോഗ്രാമിൽ നമുക്ക് എന്തെങ്കിലും മോഡിഫൈ ചെയ്തിട്ട് നമുക്കൊരു പുതിയ പാക്കേജിനെ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈബ്രറീനെ ഇൻക്ലൂഡ് ചെയ്യുകയോ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.
പിന്നെന്താ, ഇതിനകത്ത് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എഴുതിയ ലൈബ്രറി ഫങ്ഷൻസ് എല്ലാം നമ്മൾ ഇൻബിൽട്ടായിട്ട് എഴുതിയ, അതായത് നമ്മൾ സ്വന്തമായിട്ട് എഴുതിയ ലൈബ്രറിയിലുള്ള സബ് റൂട്ടീൻസിനെ എല്ലാം സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യൂ, എക്സ്റ്റേണൽ ലൈബ്രറിയിലുള്ളതിനെ സോൾവ് ചെയ്ത് പോത്തുള്ളൂ. അതായത് എസ് ടാബിൽ എന്താ നമ്മൾ എഴുതിയിരിക്കുന്നത്, നമ്മൾ കൊടുത്ത സബ് റൂട്ടീൻസിൻ്റെ റെഫറൻസിനെ എല്ലാം കണ്ടുപിടിച്ച് വെച്ചതിന് ശേഷം മാത്രമേ എന്താ ലൈബ്രറിക്കകത്തുള്ള സബ് റൂട്ടീൻസിനെ എല്ലാം ഇത് സോൾവ് ചെയ്ത് വെക്കത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് പ്രോഗ്രാം ലിബ് എന്ന് പറയുന്ന ലിബ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് എന്താ പ്ലാനറിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കാം. ആ പ്ലാനറിനകത്തിൽ നിന്ന് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു കൺട്രോൾ സെക്ഷനെ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് എന്താ പുതിയ ഒരു പ്രൊജക്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ആക്ച്വലായിട്ടുള്ള പ്ലാനറിനെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എല്ലാ ഓപ്പറേഷനും ഇതിനകത്തും നേരത്തെ പറഞ്ഞ എല്ലാ ഓപ്പറേഷനും നമുക്ക് എന്താ ലിങ്കേജ് എഡിറ്ററിലും പെർഫോം ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പം അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമുക്കിതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് റീഡർ, റൈറ്റ്, ബ്ലോക്ക്, അപ്പം ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലോക്സിനെ ഇൻക്ലൂഡ് ചെയ്തതിന് പകരം ഇതിനെല്ലാം ഒരു സിംഗിൾ ലൈബ്രറി ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. FTNIO എന്ന് പറയുന്ന ഒരു സിംഗിൾ കൺട്രോൾ സെക്ഷനായിട്ട് നമുക്ക് ഇതിനെല്ലാം കൂടെ ഒരു സിംഗിൾ കൺട്രോൾ സെക്ഷൻ, FINO എന്ന് പറയുന്ന സിംഗിൾ ഫോർട്രാൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ കൺട്രോൾ സെക്ഷനായിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഈ സിംഗിൾ ഫോർട്രാൻ FTNIO അങ്ങനെ കോൾ ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് ഇൻബിൽട്ടായിട്ട് വന്നോളും. അപ്പം എന്താണ്, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിങ്കേജ് എഡിറ്ററിൽ പെർഫോം ചെയ്യിക്കാനായിട്ട് പറ്റും. അതാണ് ലിങ്കേജ് എഡിറ്ററിലും നമ്മൾ സെയിം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നോ കോൾ കമാൻഡ്സ് എല്ലാം ഇതിനകത്തും പെർഫോം ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഇത് എന്താണ് മോർ ഫ്ലെക്സിബിളാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ഫ്ലെക്സിബിളാണ്. പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ആവും. കാര്യം എന്താണ്, ഒത്തിരി ഇതേപോലെ ഫയൽസിനെല്ലാം നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് മോർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ളൊരു കോംപ്ലക്സിറ്റി ഇതിനകത്ത് കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് ലിങ്കേജ് എഡിറ്ററും ലിങ്കിങ് ലോഡറും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇതിനകത്ത് ലിങ്കേജ് എഡിറ്ററാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡൈനാമിക് ലിങ്കിങ് ആണ്. ഡൈനാമിക് ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്കിങ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത് അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ ടൈമിലായിരിക്കും. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ എങ്ങനെയാണ്, പ്രോഗ്രാമിനെ ലിങ്ക് ചെയ്ത് സേവ് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞു ലിങ്കേജ് എഡിറ്റർ. ലിങ്കിങ് ലോഡർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, ലിങ്കിങ് ലോഡറും സെയിം ലിങ്ക് ചെയ്തിട്ട് മെമ്മറിയിലോട്ട് ലോഡ് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഡൈനാമിക് ലിങ്കിങ് എന്താ പറയുന്നത്, ലിങ്കിങ് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷനാണ്. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് എല്ലാ ലിങ്കിങ് ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത്. അതിന് മുന്നേ പെർഫോം ചെയ്യത്തുമില്ല, സേവ് ചെയ്ത് വെക്കത്തുമില്ല, മെമ്മറി ലോഡ് ചെയ്യത്തുമില്ല, അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. എപ്പോഴാണോ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ സമയത്തായിരിക്കും എല്ലാ ലിങ്കിങ് ഓപ്പറേഷൻസും, അതായത് നമ്മൾ കൊടുക്കുന്ന സബ് റൂട്ടീൻസിൻ്റെ ആയാലും ലൈബ്രറിയിൽ നിന്ന് എടുത്ത സബ് റൂട്ടീൻസിൻ്റെ ആയാലും എല്ലാ ലിങ്കിങ് ഓപ്പറേഷനും പെർഫോം ചെയ്യുന്നത് അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ ടൈമിലായിരിക്കും. അതായത് എപ്പോഴാണോ നമ്മളൊരു സബ് റൂട്ടീനെ കോൾ ചെയ്യുന്നത് ആ കോൾ ചെയ്യുന്ന സമയത്തായിരിക്കും ആ സബ് റൂട്ടീൻസിനകത്തുള്ള ലിങ്കിങ്ങും ലോഡിങ് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. അതാണ് ഡൈനാമിക് ലിങ്കിങ്. ഡൈനാമിക് ലിങ്കിങ്ങിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ നമ്മൾ ലിങ്ക് ചെയ്ത കോപ്പി, അതായത് ഇപ്പോൾ C പ്രോഗ്രാമിങ്ങിൻ്റെ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് നമ്മൾ റൺ ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ റൺ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസിനും ആവശ്യമായിട്ടുള്ള ഒരു സിംഗിൾ കോപ്പി, അതായത് ഒബ്ജക്റ്റ് പ്രോഗ്രാമിന്, അതായത് ഈ സിക്കകത്ത് കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻസിനെ എല്ലാം നമ്മൾ ലിങ്ക് ചെയ്ത് എക്സിക്യൂഷൻ ടൈമിൽ ഇതിനാവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ ആ ഒരു സിംഗിൾ കോപ്പി ആ C പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രോഗ്രാംസിനും ഷെയർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ പ്രാവശ്യവും അതിൻ്റെ സബ് റൂട്ടീൻസിനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം 2 പ്രോഗ്രാം നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. 2 പ്രോഗ്രാമിലും ഒരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു സബ് റൂട്ടീനെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സബ് റൂട്ടീൻസിന് ആ എക്സിക്യൂഷൻ ടൈമിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സബ് റൂട്ടീൻ്റെ റെഫറൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ 2 പ്രോഗ്രാമിനും ആ ഒരു സെയിം ഒബ്ജക്റ്റ് പ്രോഗ്രാമിന് എന്ത് ചെയ്യും, ഷെയർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കോംപ്ലക്സിറ്റി, അതായത് എക്സിക്യൂഷൻ നമുക്ക് ഫാസ്റ്ററാക്കി വെക്കാനായിട്ട് പറ്റും.
അതുപോലെ തന്നെയാണ് ഇൻ ദ കേസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റത്തിനകത്ത് ഡൈനാമിക് ലിങ്കിങ് ഓഫൺ യൂസ്ഡ് ടു റെഫറൻസ് ടു എ സോഫ്റ്റ്വെയർ ഒബ്ജക്റ്റ്. അതായത് ഈ ഡൈനാമിക് ലിങ്കിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയർ ഒബ്ജക്ട്സുമായിട്ട് റെഫറൻസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റത്തിനകത്ത് ഒന്നിക്കൂടുതൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോഫ്റ്റ്വെയർ ഒബ്ജക്റ്റിനെ നമുക്ക് റെഫർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അലോ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഇറ്റ്സ് മെത്തേഡ് ടു ബി ഡിറ്റർമിൻ ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈം. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ടൈമിലായിരിക്കും അതിൻ്റെ ഒബ്ജക്റ്റിനെയും മെത്തേഡിനെയും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും ഡിറ്റർമിൻ ചെയ്യുന്നതും എല്ലാം എന്താണ്, അതിൻ്റെ എക്സിക്യൂഷൻ ടൈമിലായിരിക്കും. പിന്നെ ഇതിനകത്ത് ഡൈനാമിക് ലിങ്കിങ് പ്രൊവൈഡ് ദ എബിലിറ്റി ടു ലോഡ് ദ റുട്ടീൻസ് ഓൺലി വെൻ ദേ ആർ നീഡഡ്. അതായത് റുട്ടീൻസിനെ ലോഡ് ചെയ്യുന്നത്, അതായത് കുറേ റുട്ടീൻസ് ഉണ്ടെന്ന് സബ് റുട്ടീൻസ് ഉണ്ടെങ്കിൽ ആ സബ് റുട്ടീൻസിനെ ലോഡ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, അതിനാവശ്യമുള്ള സമയത്ത് മാത്രമേ അത് ലോഡ് ചെയ്യത്തുള്ളൂ. എല്ലാ സബ് റുട്ടീൻസിനെയും നേരത്തെ ലോഡ് ചെയ്ത് വെക്കത്തില്ല. അതിന് നീഡാവുന്ന സമയത്ത് മാത്രമേ അതിന് ലോഡ് ചെയ്ത് എക്സിക്യൂഷൻ പെർഫോം ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, അൺനെസസറി ആയിട്ടുള്ള നെസസറി ലോഡിങ്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ എക്സിക്യൂഷനിലും എൻ്റയർ ലൈബ്രറീനെയും ഇത് കൺവേർട്ട് ചെയ്ത് വെക്കത്തില്ല. അതായത് ഒരു ലൈബ്രറിക്കകത്തുള്ള എല്ലാ സബ് റൂട്ടീൻസിനെയും ഇത് ലോഡ് ചെയ്ത് വെക്കത്തില്ല. ആ ഒരു ലൈബ്രറിക്കകത്ത് ഏതൊക്കെ സബ് റൂട്ടീൻസ് ആണോ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ടൈമിൽ നീഡഡ് ആയിട്ടുള്ളത് ആ ഒരു പർട്ടിക്കുലർ സബ് റൂട്ടീനെ മാത്രമേ ആ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് എക്സിക്യൂഷൻ പെർഫോം ചെയ്യിക്കാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്ററായിട്ട് എക്സിക്യൂഷൻസ് പെർഫോം ചെയ്യിക്കാനായിട്ട് പറ്റും. നോക്ക്, ഇതിൻ്റെ തന്നെ ഒരു എക്സാമ്പിളാണ്. ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. ഇതൊരു മെമ്മറിയാണെന്ന് വിചാരിക്കുക. ഈ മെമ്മറിയിൽ നമ്മൾ ഒരു യൂസർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യൂസർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഓപ്പറേഷൻസും ആരാ ചെയ്യുന്നത്, OS ആണ് പെർഫോം ചെയ്യുന്നത്. അപ്പം ഒരു പർട്ടിക്കുലർ യൂസർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഒരു എറർ ഹാൻഡ്ലിംഗ് മെത്തേഡ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, ഈ നമ്മളുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം നമ്മൾ യൂസർ ഒരു എറർ ഹാൻഡിലർ വേണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആർക്ക് കൊടുക്കും, ലോഡറിന് കൊടുക്കും, അല്ലെങ്കിൽ OSന് കൊടുക്കും. ലോഡർ ആരുടെ പാർട്ടാണ്, OSൻ്റെ പാർട്ടായിട്ടാണ് ലോഡർ ഇരിക്കുന്നത്. അപ്പോൾ യൂസർ പ്രോഗ്രാം ഒരു എറർ ഹാൻഡിലർ വേണം എന്നുള്ള റിക്വസ്റ്റ്, അതായത് ഇത് എക്സിക്യൂഷൻ ടൈമിലല്ലേ എന്തെങ്കിലും ലോഡ് ചെയ്യണമെങ്കിൽ ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു എറർ ഹാൻഡിലർ വേണം എന്നുള്ള റിക്വസ്റ്റ് എന്ത് ചെയ്യും, യൂസർ പ്രോഗ്രാം OSന് കൊടുക്കും. അപ്പം ലോഡർ ഇരിക്കുന്നത് OSൻ്റെ പാർട്ടായിട്ടാണ്. അപ്പോൾ അതാണ് ഈ ഫിഗറിൽ കാണിക്കുന്നത്. ഒരു യൂസർ പ്രോഗ്രാം റിക്വസ്റ്റ് ആർക്ക് കൊടുക്കും, OSന് കൊടുക്കും. അപ്പോൾ OS എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു എറർ ഹാൻഡിലർ നമ്മളുടെ മെമ്മറിയിലില്ല, അതുകൊണ്ട് അത് എവിടെ നിന്ന് പോയി എടുക്കും, ലൈബ്രറിയിൽ നിന്ന് പോയി എടുത്തിട്ട് നമ്മളുടെ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ യൂസർ ഒരു എറർ ഹാൻഡിലറിന് വേണ്ടിയിട്ട് OSന് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ OS നോക്കുമ്പോൾ അത് മെമ്മറിയിലില്ല. അപ്പോൾ OS എവിടെ പോയി നോക്കും, ലൈബ്രറിയിൽ പോയി നോക്കും. ലൈബ്രറി പോകുമ്പോൾ ലൈബ്രറിക്കകത്ത് എറർ ഹാൻഡിലർ ഇരിപ്പുണ്ട്. അപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ലോഡ് ചെയ്ത് എവിടോട്ട് വെക്കും, മെമ്മറിയിലോട്ട് എടുത്ത് വെക്കും. അതിനുശേഷം എത്തി എന്നുള്ള, അതായത് എറർ ഹാൻഡിൽ, അപ്പം അടുത്ത ചെയ്യേണ്ടത് എറർ ഹാൻഡ്ലിംഗ് ഫങ്ഷൻസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം എറർ ഹാൻഡിലർ വെച്ചതിന് ശേഷം OS എന്ത് ചെയ്യും, ആ കൺട്രോൾ എറർ ഹാൻഡിലറിന് കൊടുക്കും. കാര്യം അടുത്തത് ഇനി ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത് എറർ ഹാൻഡിലറാണ്. അതുകൊണ്ടാണല്ലോ യൂസർ പ്രോഗ്രാം റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ എറർ ഹാൻഡിലറിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യും. അപ്പോൾ OS അതിൻ്റെ കൺട്രോൾ എറർ ഹാൻഡിലറിന് കൊടുക്കും. എറർ ഹാൻഡിലർ അതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, എറർ ഹാൻഡിലർ എല്ലാ ഓപ്പറേഷനും പെർഫോം ചെയ്തതിന് ശേഷം കൺട്രോൾ തിരിച്ചാർക്ക് കൊടുക്കും, OSന് കൺട്രോൾ തിരിച്ച് കൊടുക്കും. ഞാൻ എല്ലാ ഓപ്പറേഷനും പെർഫോം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് എന്തിനറിയിക്കും, OSനെ അറിയിക്കും. അപ്പോൾ OS എന്ത് ചെയ്യും, അത് യൂസർ പ്രോഗ്രാമിന് OSന് കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എക്സിക്യൂട്ട് ചെയ്യണം, എറർ ഹാൻഡിലറിൻ്റെ എല്ലാ ഓപ്പറേഷനും പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പിന്നെ യൂസർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, OS അതിൻ്റെ കൺട്രോൾ യൂസർ പ്രോഗ്രാമിന് പാസ് ചെയ്യും. അതിനുശേഷം ഇതിന് ഒന്നെങ്കിൽ വേണമെങ്കിൽ ഇത് മെമ്മറി കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇത് തിരിച്ചു കൊണ്ടുവന്ന് ലൈബ്രറിയിൽ ഇടും. എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് ലോഡ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, മെമ്മറി തന്നെ കീപ്പ് ചെയ്യും. ക്ലിയർ ആയോ? അതാണ് ഡൈനാമിക് ലിങ്കിങ് ഒന്നുകൂടെ പറയാം. ഒരു ലോഡർ ഇരിക്കുന്നത് OSൻ്റെ പാർട്ടായിട്ടാണ്. അപ്പോൾ യൂസർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എറർ ഹാൻഡിലർ എന്ന് പറയുന്ന ഒരു സബ് റൂട്ടീനെ വേണം. അപ്പോൾ അത് മെമ്മറിയിലില്ല, അതുകൊണ്ട് അത് വേണം എന്നുള്ള ഒരു റിക്വസ്റ്റ് യൂസർ പ്രോഗ്രാം ലോഡറിന് കൊടുക്കും.
അപ്പോൾ ലോഡർ എന്ത് ചെയ്യും, മെമ്മറിയിൽ ഇല്ലാത്തതുകൊണ്ട് അത് ലൈബ്രറി പോയി ലോഡ് ചെയ്ത് മെമ്മറിയിൽ പോയി സേവ് ചെയ്ത് വെക്കും. സേവ് ചെയ്ത് വെച്ചിട്ട് OS അതിൻ്റെ കൺട്രോൾ എറർ ഹാൻഡിലറിന് കൊടുക്കും. എറർ ഹാൻഡിലർ അതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്തതിന് ശേഷം തിരിച്ച് ആ കൺട്രോൾ OSന് കൊടുക്കും. അപ്പോൾ അതിനുശേഷം OS അതിൻ്റെ കൺട്രോൾ യൂസർ പ്രോഗ്രാമിന് കൊടുക്കും. യൂസർ പ്രോഗ്രാം ബാക്കി എക്സിക്യൂഷൻസ് എല്ലാം പെർഫോം ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഈ എറർ ഹാൻഡിലർ മെമ്മറി തന്നെ കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ലോഡ് ചെയ്യുന്ന സമയത്ത് അതിനെ കോൾ ചെയ്യാന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ലൈബ്രറി കൊണ്ട് സേവ് ചെയ്യുക, അല്ലെങ്കിൽ അത് മെമ്മറിയിൽ തന്നെ കീപ്പ് ചെയ്യും. അതാണ് ഡൈനാമിക് ലിങ്കിങ്. ഡൈനാമിക് ലിങ്കിങ്ങിന് 3 പേരുണ്ട്. ഒന്നെങ്കിൽ ഡൈനാമിക് ലിങ്കിങ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ ലോഡ് ഓൺ കോൾ എന്ന് ചോദിച്ചാലും, ഡൈനാമിക് ലിങ്കിങ് എന്ന് ചോദിച്ചാലും, ഡൈനാമിക് ലോഡിംഗ് എന്ന് ചോദിച്ചാലും ഈ സെയിം സാധനമാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കേണ്ടത്. എഴുതിയാലോ, മനസ്സിലായല്ലോ? ഡൈനാമിക് ലിങ്കിങ് എന്ന് ചോദിച്ചാലും, ലോഡ് ഓൺ കോൾ എന്ന് ചോദിച്ചാലും, ഡൈനാമിക് ലോഡിംഗ് എന്ന് ചോദിച്ചാലും ഈ സെയിം ഡൈനാമിക് ലിങ്കിങ് ആണ് ഈ ഒരു ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദെൻ അതിനകത്ത് ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. ഓൾറെഡി നിങ്ങൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം എഴുതിയാൽ മതി, അത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡ്രോബാക്കും ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഫോർത്ത് മൊഡ്യൂൾ. അപ്പം എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.